ലോക പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആയിരുന്ന വാൾട്ട് ഡിസ്നി അദ്ദേഹം തന്റെ ചെറുപ്പകാലത്ത് നിത്യേന എന്നോണം എല്ലാ മാധ്യമങ്ങൾക്കും തന്നെ അദ്ദേഹത്തിന്റെ വരകൾ അയച്ചു കൊടുക്കുക പതിവായിരുന്നു. പക്ഷെ അവയൊന്നും പ്രസിദ്ധീകരിച്ചില്ല എന്ന് മാത്രവുമല്ല, പല പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹത്തിന് ഈ കലയിൽ ലവലേശം അഭിരുചിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കുക കൂടി ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള പള്ളിയിലെ പുരോഹിതൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. എന്തിനെന്നോ, ആ പള്ളിയിലെ ഒരു പ്രസിദ്ധീകരണത്തിനായിട്ട് കുറച്ച് വരകൾ ആവശ്യപ്പെട്ടുകൊണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ആ ക്ഷണം സ്വീകരിച്ച് പള്ളിയിലെത്തി വാൾട്ട് ഡിസ്നി. അവിടെ പള്ളിയോട് ചേർന്നുള്ള ഒരു മുറിയിൽ അദ്ദേഹത്തിന് വരയ്ക്കുവാനുള്ള കാര്യങ്ങൾ ആ പള്ളിയിലെ പുരോഹിതൻ ശരിയാക്കി കൊടുത്തു. ആ മുറിയിലേക്ക് കയറിയപ്പോഴാണ് ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായത്. ആ മുറി ഒരു സ്റ്റോർ റൂം പോലെയുള്ള മുറിയാണ്. അത് മാത്രവുമല്ല, ആ മുറി എലികളുടെ ഒരു ആവാസ കേന്ദ്രം തന്നെയായിരുന്നു. അദ്ദേഹം അവിടെ ഒരു ഇരിപ്പിടം തയ്യാറാക്കി ഇരുന്ന് വര തുടങ്ങിയപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു. ഏറെ ദൂരത്തല്ലാതെ ഇരുന്നു കൊണ്ട് ഒരു കുഞ്ഞെലി അദ്ദേഹത്തെ വളരെ കൗതുകത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി ഏറെ നേരം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞെലിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലും വലിയൊരു സ്നേഹം തോന്നി. ഏതായാലും ആദ്യം തന്നെ ഈ എലിയെ തന്നെ വരയ്ക്കാമെന്ന് കരുതി. അങ്ങനെ മിക്കി മൗസ് എന്ന് പറഞ്ഞ ആ ലോക പ്രശസ്തമായ കാർട്ടൂൺ അവിടെ ആരംഭം കുറിക്കുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കലകളുടെ അത്ഭുത ലോകമായ വാൾട്ട് ഡിസ്നി വേൾഡ് വരെ വാൾട്ട് ഡിസ്നിക്ക് ചെയ്യുവാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, എല്ലാ വിജയികളുടെയും പിന്നില് പരാജയ കഥകൾ തീർച്ചയായും ഉണ്ട്. പക്ഷേ നമ്മൾ പുറത്തറിയുന്നത് വിജയികളുടെ വിജയകഥകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിജയികൾക്ക് പിന്നിലുള്ള ഈ പരാജയ കഥകൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. ഇത്തരത്തിൽ വിജയിച്ചവരെല്ലാം തന്നെ അവരുടെ പരാജയങ്ങൾ കണ്ട് പിന്മാറിയവരല്ല. ഈ പരാജയങ്ങളെ മുന്നേറലുകൾ ആക്കിക്കൊണ്ട് തന്നെയാണ് അവർ വിജയത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ പരാജയങ്ങളെ നമ്മൾ പിന്മാറുന്ന പരാജയമാകാതെ മുന്നേറുന്ന പരാജയമാക്കിക്കൊണ്ട് നമുക്കും നമ്മുടെ ജീവിതം വിജയമാക്കാം.